സാറേ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയൊക്കെ വലിയ ആക്രമണം നടത്തുവാണ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഇസ്കോൺ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ സന്യാസിമാർക്കെതിരെയും കേസും അതിക്രമവും ഒക്കെയാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപുമായി ഇസ്കോണിന് വലിയൊരു ബന്ധമുണ്ട് എന്ന കാര്യം പലർക്കും അറിയാത്തതാണ്. എന്താണ് സാർ ആ ബന്ധം? ഈ പറയുന്ന നമ്മുടെ ഇസ്കോണായിട്ട് ട്രംപിൻ്റെ ബന്ധം മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ സെൻറ്റൻസ് വന്നു. അതായത് മുഹമ്മദ് യൂനുസ്, അതായത് ചീഫ് അഡ്വൈസർ ടു ദി ഗവൺമെൻറ് ഓഫ് ബംഗ്ലാദേശ്, അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ സെൻറ്റൻസ് എടുത്താൽ മതി. അതായത് അദ്ദേഹം പറഞ്ഞത്, വെൻ ഡൊണാൾഡ് ട്രംപ് ഗോട്ട് എലക്റ്റഡ് മൈ സൺ സെറ്റ് ഫോർ മീ എന്ന് പറഞ്ഞു. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയത്തോടുകൂടി എൻ്റെ സൂര്യൻ അസ്തമിച്ചു. അതായത് മുഹമ്മദ് യൂനുസിനോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ആൾക്കാർക്കോ എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ള അവസ്ഥയ്ക്ക് ഒരു അന്ത്യം വന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വരവോടുകൂടി. കാരണം ഡൊണാൾഡ് ട്രംപും ഈ പറയുന്ന ഇസ്കോണായിട്ട്, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, അവർ തമ്മിലുള്ള ബന്ധവും അടുപ്പമൊക്കെ ആരംഭിച്ചത് 1976-ലാണ്. അത്രയും പഴക്കമുള്ള ബന്ധവും അടുപ്പമാണ് അവർ തമ്മിലുള്ളത്. പിന്നെ വേറൊരു സെൻറ്റൻസ് കൂടി ശ്രദ്ധേയമാണ്. അതായത് ഈ ഡൊണാൾഡ് ട്രംപിന് വെടികൊണ്ട സമയത്ത് ഇസ്കോണിൻ്റെ ആൾക്കാർ പറഞ്ഞു, ഇറ്റ് ഈസ് ഡിവൈൻ ഇൻ്റർവെൻഷൻ ഇൻ റിട്ടേൺ ഫോർ ദി ഫേവേഴ്സ് ഡൺ ടു ഇസ്കോൺ ഇൻ 1976 എന്നാണ്. അതായത് 1976 ഇസ്കോണിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ചെയ്ത സേവനത്തിന് തിരിച്ച് ദൈവം കൊടുത്ത ഒരു സഹായമാണ് ഈ വെടിവെപ്പിൽ അദ്ദേഹം രക്ഷപ്പെട്ടത്. അതായത് ചെവി കൂടെ കടന്നുപോയി ഒരു അതെ കഷ്ടിച്ച് അങ്ങനെ. അപ്പം ആ സഹായത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. 1976 അവർ ഈ ഇസ്കോൺ സ്ഥാപിച്ചിട്ട് ന്യൂയോർക്കിലൊക്കെ വന്നതിന് ശേഷം 10ാമത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. സോ ദേ വാണ്ടഡ് ടു ഡു ഇറ്റ് ഇൻ എ ബിഗ് വേ, നല്ല ആഘോഷമായിട്ട് അത് കൊണ്ടാടണം എന്നവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവരൊരു രഥയാത്ര ഈ ന്യൂയോർക്കിൽ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ രഥയാത്ര എന്ന് പറയുമ്പോൾ രഥം വേണം, പിന്നെ ഫ്ലോട്ടുകൾ വേണം, അങ്ങനെ ഒരുപാട് പാരഫെർണലി അതിലുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് ഒരു നല്ല വിശാലമായ സ്ഥലം വേണമായിരുന്നു ഈ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പിന്നെ ഈ ഫ്ലോട്ടുകൾ ഒരുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇറ്റ് ഇസ് എ കോസ്മോപൊളിറ്റൻ സിറ്റി. കൂടുതൽ സ്ഥലമൊക്കെ അവിടെ ഇവിടെ അന്വേഷിച്ച് നടന്നാൽ കിട്ടാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ അവർ പല സ്ഥലത്തും പോയി അല്പം ഒഴിവുള്ള സ്ഥലങ്ങൾ കണ്ടുകൊടുത്ത് എല്ലായിടത്തും പോയിട്ട് ഇത് അന്വേഷിച്ചിട്ട് ആരും കൊടുക്കാൻ തയ്യാറല്ല ഉള്ളവർ. കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് സ്ഥലമില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞിങ്ങനെ, ഇവിടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ സ്ഥലത്തിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയ കോൺട്രാക്ട് ജോലികൾ നടത്തുന്ന ആളുണ്ട്, അദ്ദേഹത്തെ സമീപിച്ചാൽ ചിലപ്പോൾ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോയി, ഇസ്കോണിൻ്റെ ആൾക്കാർ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ആലോചിച്ചിട്ട് 3 ദിവസം കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഇസ്കോൺകാർ അങ്ങോട്ട് പോകാൻ തയ്യാറായപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, എന്തിനാ പോയി അവിടെ നാണം കെടാനായിട്ട്, നമ്മൾ എന്തിനാ പോണേ, അവർ സഹായിക്കാനൊന്നും വഴിയില്ല, നമ്മളിവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ബ്ലഡി ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കേൾക്കണം, ആ വഴിക്ക് എന്തിനാ നടക്കണമെന്നു. അപ്പോൾ ചിലർ പറഞ്ഞു അങ്ങനെയല്ല, അവർ റെഫ്യൂസ് ചെയ്തോട്ടെ, നമുക്കൊരാഗ്രഹമുണ്ട്, ആഗ്രഹം റെഫ്യൂസ് ചെയ്തോട്ടെ, പക്ഷേ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു കുറ്റബോധം തോന്നും, അതുകൊണ്ട് നമുക്കൊന്ന് പോയി പറയാമെന്ന് ഒരു അറ്റംപ്റ്റ് നടത്താം. നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണ് റെഫ്യൂസ് ചെയ്തെന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരരുത്. അതുകൊണ്ട് മാത്രം ആ സ്പിരിറ്റിൽ മാത്രം അപ്രോച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. റെഫ്യൂസ് ചെയ്യും എന്ന് ഉറപ്പുണ്ടായിട്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഹിന്ദു വിശ്വാസം ഒക്കെ ഉള്ള ആൾക്കാരാണ്, മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്, ഡൊണാൾഡ് ട്രംപിന് അന്നേ ഹിന്ദുക്കളെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം അപ്പം തന്നെ എന്ത് സഹായം ചെയ്യാനായിട്ട് തയ്യാറായി. അത്രയും വിശാലമായ സ്ഥലം കിട്ടാൻ മറ്റൊരു മാർഗ്ഗമില്ല. കാരണം ഇദ്ദേഹത്തിന് റോഡിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, റെയിൽവേ ലൈൻസ് ഏർപ്പെടുത്തുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം വലിയ വലിയ സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യേണ്ട വലിയ വാസ്റ്റ് ഏരിയ ഉള്ള ഒരു സ്പ്രോളിംഗ് ഏരിയ ഉള്ള സ്ഥലമായിരുന്നു. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. രഥയാത്ര 1976 നടത്തിയത് ന്യൂയോർക്കിൽ നടത്തി, ഇത്രയും വലിയൊരു സിറ്റിയിൽ വൻ വിജയമായിട്ട് മാറി. അന്നോട്ട് ഇസ്കോണിന് ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവം പോലെ, അത്രയ്ക്ക് അവർ തമ്മിൽ ഉള്ള ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധം കാലക്രമേണ വളർന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഈ കഴിഞ്ഞ ദീപാവലിക്ക് അദ്ദേഹത്തെ ഒരു ഗസ്റ്റ് ഓഫ് ഓണർ അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റായിട്ട് ട്രംപിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ട്രംപ് അവിടെ വന്നു, സംസാരിച്ചു, ഹിന്ദുക്കളെ പറ്റി വളരെയധികം പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യം
ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും. അപ്പോൾ അന്ന് പക്ഷേ ഷേഖ് ഹസീന പോയിട്ടില്ല, എന്നിട്ടും കഷ്ടപ്പാടാണ്. ഷേഖ് ഹസീന പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രം ദി ഫ്രൈങ് പാൻ ടു ദി ഫയർ എന്ന് പറഞ്ഞ പോലെയായി, കൂടുതൽ വഷളായി. അപ്പം അന്ന് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ട്രംപിനറിയാം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ആരോടെങ്കിലും പറയുകയാണത് ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു, മൈനോറിറ്റീസ് ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പറയാം എന്ത് അവിടെ നിയമമില്ല, കോടതിയില്ല എന്നൊക്കെ പറയും. പക്ഷേ ഈ കാര്യം കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ട്രംപ്. അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നുള്ളത്. പിന്നെ അദ്ദേഹത്തോട് നന്ദിയുള്ള മറ്റൊരു കാര്യം, തുളസി ഗബാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി, ഹിന്ദു ലേഡിയാണ്. അവിടുത്തെ എല്ലാ ഈ ഇൻ്റലിജൻസ് ഏജൻസീസിൻ്റെയും ചീഫ് ആയിട്ടിരിക്കുന്നത്. അതായത് 18 ഏജൻസീസ് ഉണ്ട്. അതിൻ്റെ ബോസാണ് പുള്ളിക്കാരത്തി. അതിൽ CIA ഉണ്ട്, FBI ഉണ്ട്, പിന്നെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എന്ന് പറഞ്ഞ NSA ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം ബോസ് അല്ലെങ്കിൽ ചീഫായിട്ടിരിക്കുന്നത് തുളസി ഗബാർഡാണ്, ഒരു ഹിന്ദു ലേഡി. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം. പിന്നെ അത് കൂടാതെ ഇപ്പോഴത്തെ ഈ പറയുന്ന ഇസ്കോണിൻ്റെ ഏക പ്രതീക്ഷ ട്രംപാണ്. ഓഫ് കോഴ്സ് മോഡി ഇവിടെയുണ്ട്, ഇന്ത്യ ഇവിടെയുണ്ട്, അത് വേറൊരു കേസ്. പക്ഷേ എന്നാലും അതിനേക്കാളൊക്കെ കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത് ഈ ജാനുവരി 20ന് ട്രംപ് വരുന്നത് കാത്തങ്ങനെ ഇരിക്കുകയാണ് അവർ. കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ചിന്മോയ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു ചിന്മോയ് കൃഷ്ണദാസ് പ്രഭു ബ്രഹ്മചാരി എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു സ്പിരിച്വൽ പേഴ്സണാണ്. അങ്ങേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും പോയിട്ട് കേസ് വാദിക്കാൻ നടന്നു കഴിഞ്ഞാൽ കേസ് വാദിക്കാൻ സമ്മതിക്കില്ല. ആദ്യം ചെന്ന ആളുടെ പേര് രാധാ രാംദാസ് എന്നോ മറ്റോ ആയിരുന്നു. അദ്ദേഹത്തെ തല്ലി അവരെല്ലാവരും കൂടി നിരപ്പാക്കി ഇപ്പോൾ ICUയിലാണ്. പിന്നെ കോടതിയിൽ ഇദ്ദേഹത്തെ സഹായിക്കാനേ അതൊരു അഡ്വക്കേറ്റ് വന്നെന്നും പറഞ്ഞ് കോടതിയിലിട്ട് തന്നെ ആ ബാരിസ്റ്ററേയും തല്ലി നിരപ്പാക്കി. പിന്നെ വേറെ 17 ഹിന്ദു ബാരിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും പേരിൽ എക്സ്പ്ലോസീവ്സ് ആക്ട് എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം അവരുടെയൊക്കെ പേരിൽ കേസ് ചാർജ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കാർക്കും ഇദ്ദേഹത്തിന് വേണ്ടി കേസ് നടത്താൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഈ ബംഗ്ലാദേശിലെ കാര്യം ന്യൂനപക്ഷ സമുദായങ്ങളെ പറ്റി, ഞാൻ ഇപ്പോൾ ഹിന്ദുക്കളെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസൊക്കെ എത്ര പേര് ബാക്കിയുണ്ടെന്ന് അറിയില്ല. അത്ര ഒരു മിനിസ്ട്രി അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ബുദ്ധിസ്റ്റ്, സിഖൊക്കെ കുറച്ച് അവരൊന്നും അങ്ങ് കൗണ്ട് ചെയ്യാനില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഹിന്ദുക്കളെ ഒതുക്കണം എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഓൾ മൈനോറിറ്റീസിൻ്റെ എല്ലാവരുടെയും കഥ ഒരു കഴിയും, ആ രീതിയിലാണ്. അപ്പോൾ ഈ ഇസ്കോൺ ഇപ്പോൾ അവരുടെ പ്രതീക്ഷ, ദേ ഹാവ് പിൻഡ് ഓൾ ദെയർ ഹോപ്സ് ഓൺ വൺ പേഴ്സൺ ആൻഡ് ദാറ്റ് ഈസ് ഡൊണാൾഡ് ട്രംപ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് ഇവർ തമ്മിലുള്ള പ്രത്യേകമായ ആത്മബന്ധം എന്ന് പറയുന്നത്. സാർ, ഇപ്പോൾ ഈ ചിന്മോയ് കൃഷ്ണദാസിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണം തീർച്ചയായും തെറ്റാ. അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണം എന്താ? രാജ്യദ്രോഹം. ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല എല്ലാ കാര്യത്തിലും സേവന പ്രവർത്തനവും സേവന രംഗത്തൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന അദ്ദേഹമാണ്. ഈ ഇദ്ദേഹത്തെ കാണാൻ ഒരാൾ ചെന്നാൽ പോലും അയാളെ പിടിച്ച് ജയിലിടുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അപ്പം ബംഗ്ലാദേശ് സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു മുസ്ലിം കിരാത നിയമം നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലേ? അതെ. അതായത് അവിടെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അതേപോലെ സൈക്ലോൺ ഉണ്ടാകുമ്പോഴൊക്കെ ഈ നാച്ചുറൽ കലാമിറ്റീസ് എന്തുണ്ടായി കഴിഞ്ഞാലും ഇവർ ഇസ്കോൺ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നതാണ്. പിന്നെ ഹീസ് എ സ്പിരിച്വൽ പേഴ്സൺ. അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോയി ഇപ്പോൾ ഇവർ ഗവൺമെൻറ് മാറി കഴിഞ്ഞപ്പോൾ നേരെ ജയിലിൽ കൊണ്ടുപോയിടുക, അദ്ദേഹത്തിന് കേസ് വാദിക്കാനായിട്ട് ആരെയും വിടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെള്ളരിക്കപട്ടണം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് മാറി എന്നർത്ഥം. അതെ. ഈ ഇസ്കോൺ ഇതുമായി ബന്ധപ്പെട്ട സന്യാസിമാരുടെ ഒരു സംഘം ഇന്ത്യയിൽ നിന്ന് തന്നെ പോകാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനും തടസ്സം നിട്ടു. അവർ പ്രതീക്ഷിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാഭാവികമായി അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ സഹായിക്കാനായിട്ട് എത്തിച്ചേരുമെന്ന് ഇസ്കോൺ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പമാണ് സാർ ഈ പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ളൊരു ബന്ധം. ട്രംപ് 20-ാം തീയതി അധികാരത്തിലേക്ക് കയറുന്നതോടുകൂടി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് മുഹമ്മദ് യൂനുസും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കേസ് വാദിക്കാൻ വരുന്നവരെ പോലും കള്ളക്കേസ് കൊടുത്തത്. ഇപ്പം ഈ പറയുന്ന എക്സ്പ്ലോസീവുമായി ബന്ധപ്പെട്ട കേസ് എന്നൊക്കെ പറഞ്ഞാൽ രാജ്യദ്രോഹപരമായ നടപടികൾ അവർ ചെയ്യുന്നു. എല്ലാ വകുപ്പും, അതായത് ചില പോലീസുകാരൊക്കെ ദുഷ്ടന്മാരുണ്ടല്ലോ, ഏതെങ്കിലും കുട്ടീനെ ഏതെങ്കിലും കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഈ കഞ്ചാവ് കടത്തിയെന്ന് ഏതെങ്കിലും വലിയ വകുപ്പ് അങ്ങോട്ട് ചാർത്തിയിട്ട് പിടിച്ച് ജാമ്യം കിട്ടാത്ത വകുപ്പ് മാത്രമേ ചേർക്കുള്ളൂ. അതുപോലെയാണ് ഇവർ ചെയ്യുന്നത്. ആര് വന്നു കഴിഞ്ഞാലും രാജ്യദ്രോഹം അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആക്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശിലെ മൈനോറിറ്റീസിൻ്റെ പോക്ക്. അതാണ് സാധ്യത. പക്ഷേ ഈ ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലോകവ്യാപകമായി എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് ബംഗ്ലാദേശിന് അറിയാത്തതല്ല, മുഹമ്മദ് യൂനുസിന് അറിയാത്തതല്ല. പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുക എന്ന് പറയുന്ന നടപടിയുടെ തുടർ
പ്രക്രിയ അതാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇത്രയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ സൂര്യൻ അസ്തമിച്ചെന്ന്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ എന്റെ സൂര്യൻ അസ്തമിച്ചെന്നാണ് മുഹമ്മദ് യൂനുസ് പറയുന്നത്. അതായത് ബൈഡന്റെ ഒരു സഹായത്തോടു കൂടിയാണ് അവിടെ അട്ടിമറിയൊക്കെ നടന്നത്. മാത്രമല്ല ബൈഡൻ എപ്പോഴും ഇവർക്ക് ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കും. പക്ഷേ ട്രംപ് വന്നാൽ എങ്ങനെയാണ് നിലപാടെന്ന് പറയില്ല. മാത്രമല്ല ഇന്ത്യയുമായിട്ട് ട്രംപിന് നല്ല ബന്ധമുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിനെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇസ്കോണിലെ സന്യാസിമാർക്കെതിരെ എടുക്കുന്ന നടപടിക്ക് കൃത്യമായ മറുപടി കിട്ടുമെന്ന് അവർ ഭയപ്പെടുന്നു. അതെ. അപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം, അത് തന്നെയല്ല മോഡിയായിട്ട് ഏറ്റവും നല്ല ബന്ധം. മോഡിയും ട്രംപും തമ്മിൽ അവരുടെ വേവ് ലെങ്ത് വളരെ നല്ലതാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസിന് കുറച്ച് ഭയമുണ്ട്. കാരണം ട്രംപ് എന്തെങ്കിലും ചെയ്യാതിരിക്കുകയില്ല. അതാണ് പ്രശ്നം, അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.